നമ്മൾ ഇവിടുത്തെ ഒരു പൂജാവിധാനം എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണഗതിയിൽ ഒരു കാലത്തും വൈകിട്ടും ഒരു ആരതിയാണ് എല്ലായിടത്തും ഉള്ളത്. ഇപ്പോ ഈ മീനഭരണിയോട് ബന്ധപ്പെട്ട് നമ്മൾ എന്താ വെച്ചാല് നേരെ കുമ്പത്തില് ഈ ഭരണിയോട് ബന്ധപ്പെട്ട് ഇവിടെ നിത്യേന രാത്രിയിൽ കാളി പൂജ നടക്കുന്നുണ്ട്, സഹസ്രനാമപാരായണം നടക്കുന്നുണ്ട്, അർച്ചനാദികൾ നടക്കുന്നുണ്ട്. പിന്നെ ആയില്യത്തിന് നമുക്ക് വിശേഷമായിട്ട് സർപ്പങ്ങൾക്ക് പൂജയുണ്ട്. വഴിപാടുണ്ടെങ്കിൽ സർപ്പബലി വലുതോ ചെറുതോ ആയിട്ടുള്ള കാര്യങ്ങൾ യഥാർത്ഥ വിധിപ്രകാരം ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന വിധിപ്രകാരം ചെയ്തു വരുന്നുണ്ട്. അതല്ലാതെ ഉള്ളതെന്ന് വെച്ചാൽ കറുത്ത വാവിന് നമ്മളിവിടെ സാധാരണഗതിയിൽ ഒരു കൗളാചാര പ്രകാരമുള്ള പൂജകൾ കറുത്ത വാവിന് നടക്കുന്നുണ്ട്. പൗർണമിക്ക് മുത്തിക്ക് കൊടുക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്, സ്ത്രീകൾ ചെയ്യുന്നൊരു പൂജ നടക്കുന്നുണ്ട്. പിന്നെയുള്ളത് ചിലപ്പോൾ അധികം ആളുകൾക്ക് എന്ന് വെച്ചാൽ ഈ പൂജയൊക്കെ ഉണ്ടെങ്കിലും അവരുടേതായിരിക്കുന്ന വിഷമങ്ങൾ, അവർക്ക് വന്നിരിക്കുന്ന ആപത്തുകൾ അല്ലെങ്കിൽ ദുരിതങ്ങൾക്ക് എന്താ കാരണം എന്നറിയാം, ജ്യോതിഷ പ്രശ്ന വിചാരം എന്നൊക്കെ പറയും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നമ്മൾ മുറവും നെല്ലും ഉപയോഗിച്ച് നടത്തുന്ന ഒരു പ്രശ്ന വിചാരമാണ്. നമ്മൾ കവടി ജ്യോതിഷം പഠിച്ചതാണെങ്കിലും അതൊന്നും ചെയ്യുന്നില്ല, താമ്പൂലൊന്നുമില്ല. പല ആൾക്കാർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ പരിപാടി ചെയ്യുന്നുള്ളത്. അത് പരമ്പരാഗത രീതിയാണ് നെല്ലും മുറം. അപ്പൊ ആ നെല്ലും മുറവും വെച്ചിട്ട് ആ നെല്ലെടുത്ത് വെച്ച് അവരുടെ ദോഷങ്ങൾ കണ്ടെത്തി. ഒരുപാട് കഥ പറയുന്ന രീതി നമുക്കില്ല, കാരണം ദുരിതം അനുഭവിക്കുന്ന ഒരാളോട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സൊല്യൂഷനാണ് ഇവിടെ ഉള്ളത്. എന്താണ് നിങ്ങളുടെ ഈ ദോഷം തീരാൻ മാർഗം? അപ്പൊ അതിങ്ങനെ നോക്കിയിട്ട് ഇന്ന ദോഷങ്ങൾ ഉണ്ടേ കണ്ടെത്തും.